ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കരാളതയിൽ നാടാകെ ദുരിതങ്ങളിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടപ്പെട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു. അതിനു പുറമെയാണ് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിവേചനങ്ങളും അടിച്ചമർത്തലുകളും. മലബാർ കാർഷിക കലാപത്തെപ്പോലും വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നു വന്നിരുന്ന ഇടപെടലുകൾ വേറെ. ഇത്തരത്തിൽ തിരസ്കാരത്തിൻ്റെയും അവഗണനയുടെയും ചുഴിയിൽ ഒരു സമുദായം തന്നെ ആണ്ടുകിടന്ന കാലത്താണ് സമസ്ത പിറവികൊള്ളുന്നത്. എന്തുകൊണ്ടും അനിവാര്യമായ ഒന്നായിരുന്നു അത്. പിന്നെയും ഏതാണ്ടൊരു പതിറ്റാണ്ടോളം വേണ്ടി വന്നു സമസ്തക്ക് വ്യക്തമായ ഒരു പ്രവർത്തന രൂപരേഖയുണ്ടാകും. മുസ്ലിം സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ, മതേതര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാനുമെല്ലാം ആ പ്രവർത്തന രൂപരേഖയിലൂടെ ആഹ്വാനം ചെയ്യപ്പെട്ടു. അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ സമസ്തയുടെ നേതൃത്വം എക്കാലത്തും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അവയിൽ ഓരോന്നിലും കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെ, കൈവരിച്ച മുന്നേറ്റങ്ങൾ എന്തൊക്കെ, ഇനി തിരുത്തപ്പെടേണ്ടത് എന്തൊക്കെ, ഈ നിലക്കുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ശതാബ്ദി വേള ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആരംഭകാലം മുതൽ സമസ്ത പ്രാധാന്യം നൽകിയിരുന്നു. സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് വിടവുണ്ടാക്കാൻ ഒരിക്കലും സമസ്ത ശ്രമിച്ചിട്ടില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളുടെ നാവിൽ നിന്നും തമ്മിലകറ്റാൻ വിദ്വേഷത്തിൻ്റെ ഒരു പ്രചരണം ഒരിക്കലും സമസ്തയുടെ ഒരു ഘടനയിലും പെട്ട, ഒരു പോഷക സംഘടനയിലും പെട്ട ഒരാൾ പോലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെന്താണ്? പാരമ്പര്യ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം കുഞ്ഞുനാളിലെ അവരെ പഠിപ്പിച്ചിട്ടാണ് ഓരോ തലമുറയെയും സമസ്ത വളർത്തിയെടുക്കുന്നത്. അതാണ് വ്യത്യാസം. ചെറിയ പ്രായത്തിൽ മുതൽ എന്താണ് ഇസ്ലാം, കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് ഇസ്ലാം എന്ന ബോധ്യം മതപഠനത്തിലൂടെ പുതുതലമുറയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രസക്തി. ഇന്ന് നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു കാലമാണ്. ചിലർ നോക്കി നിൽക്കുകയാണ്, എന്തെങ്കിലും വീണ് കിട്ടാൻ തീ പിടിപ്പിക്കാൻ നോക്കി നിൽക്കുകയാണ്. എല്ലാ ഭാഗത്തും ഉണ്ട് ഈ ആളുകൾ നോക്കി നിൽക്കുകയാണ്. അവരവസരം മുതലാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അവിടെ സമസ്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. അവരെ കൂടി നമുക്ക് ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതാണ് സമസ്തയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെ ആകും എന്ന് ഞാൻ കരുതുകയാണ്. സമസ്തയുടെ സാന്നിധ്യമില്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല നമുക്ക്. കാരണം ആ സാന്നിധ്യമാണ് ഒരുപാട് തിന്മകളെ, തെറ്റായ പ്രവണതകളെ, മനുഷ്യന്റെ മസ്തിഷ്കത്തെ വല്ലാതെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ആശയങ്ങളെ എല്ലാം തടുത്തു നിർത്തുന്നത് സമസ്തയാണ്.